107.8 FM സിനിമാ വിശേഷങ്ങളുമായി സിനി ട്രാക്ക് ആണ് കൂടെയുള്ളത്. ഞാൻ RJ ഫർസാനയാണ്. ഗൗതമന്റെ രഥം എന്ന മൂവിക്ക് ശേഷം ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് ഈ വരുന്ന ഓഗസ്റ്റ് 15 റിലീസിന് ഒരുങ്ങുന്ന വാഴ ദി ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയുമായി എത്തുന്ന ഈ മൂവിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സംവിധായകനോട് തന്നെ. ഹലോ, സിനി ട്രാക്കിലേക്ക് സ്വാഗതം. ഹാഷിർ, വിനായി, അജിൻ, അലൻ, അതുപോലെ തന്നെ സാഫ് ബോയ്, സിജു സണ്ണി, ജോമോൻ, അനു, അമിത്, മോഹൻ തുടങ്ങിയ ഒരുപാട് പേർ. എങ്ങനെയാണ് ഇവരെയൊക്കെ കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത്? ഇവരുടെ കൈൻഡ് ഓഫ് പെർഫോമൻസ് ഉണ്ട്, ഇവരുടെ കൈൻഡ് ഓഫ് ഹ്യൂമർ ഉണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാരും ഭയങ്കര ടാലന്റഡും ആണ്. ഇപ്പൊ വിപിൻ ചേട്ടനായാലും ആദ്യം ഡിമാൻഡ് ചെയ്തത് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫ്രഷ്നെസ്സിലേക്ക് നമുക്ക് കാസ്റ്റിംഗ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ജോമോൻ, അതേപോലെ അമിത് ഏട്ടൻ, അമിത് മോഹൻ, രാജേശ്വരി, ഹാഷിർ, സാഫ്, അനു, അങ്ങനെ എല്ലാവരും കൂടെ ഒരു സർക്കിളിലേക്ക് നമ്മൾ വരുന്നത്. ജോമോനായിട്ടായാലും അമിത് ആയാലും ഇവരൊക്കെ ആയിട്ടായാലും ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു കോമൺ സർക്കിളാണ് മൊത്തത്തിൽ. ഹാഷിർ, അലൻ, വിനായക്, അജിൻ ഇവരുടെ ഒരു സിനിമയിലേക്കുള്ള ഫസ്റ്റ് എൻട്രി ആണല്ലേ വാഴയിലൂടെ വരുന്നത്? അതെ അതെ അതെ, അവരുടെ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് വാഴ തന്നെയാണ്. ഇതിനകത്ത് അത്യാവശ്യം അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹാഷിറിനെ ഒക്കെ കാണുമ്പോൾ ഏറ്റവും ഈസിയായിട്ട് എന്റർടൈനർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയല്ല അത്. ഇപ്പോഴേ ഞാനത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണ്. അതൊരു ഏറ്റവും ഈസിയായിട്ട് എന്റർടൈൻമെന്റ് സിനിമയല്ല. ഇതിനകത്ത് ഇമോഷൻസ് ഒരുപാട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമയാണ്.